ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇപ്പം നമ്മളുള്ളത് കൂർഗിലാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഇപ്പോൾ കൂർഗിൽ തന്നെ ഏറ്റവും വലിയ ടൗണായ മദിക്കേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മൾ ഇന്നലെ ഒരു ഈവനിങ് ക്യാബ് മദിക്കേരി എത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വയനാട് നിന്ന് ഈ മദിക്കേരിയിലോട്ട് ഒരു 130 കിലോമീറ്ററുള്ള ഒരു റൈഡ് ഉണ്ടായിരുന്നു. അത് കുറേ ദൂരം ഫോറസ്റ്റിൻ്റെ അകത്തൂടെ ഉണ്ടായിരുന്നു റൈഡ്. അപ്പോൾ ആ ഒരു റൈഡും പിന്നെ നമുക്കിവിടെ ഇന്നലെ നമ്മളൊരു ഹോം സ്റ്റേ എടുത്തു. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു സ്റ്റേ ആയിരുന്നു. അപ്പോൾ ഈ ഒരു ഹോം സ്റ്റേയുടെ വിശേഷങ്ങളൊന്ന് കാണിക്കാം നിങ്ങളെ. നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. ഇതാ ഗൈസ്, ഇതാണ് ഇവിടെ നിന്നുള്ള വ്യൂ. കൂർഗ് കംപ്ലീറ്റ് നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും. അടിപൊളി ഒരു വ്യൂ ആണ് കേട്ടോ ഗൈസ്. വയനാട് നിന്ന് നമ്മൾ കൂർഗിലോട്ടുള്ള യാത്ര എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീലാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഇതുപോലെ ഫോറസ്റ്റിൻ്റെ അകത്തൂടെയാണ് നമുക്ക് ഒരുപാട് ഡിസ്റ്റൻസ് കവർ ചെയ്യാനുള്ളത്. ഏകദേശം വയനാട് നിന്ന് മദിക്കേരി കൂർഗ് എത്താനായിട്ട് 120 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് കേട്ടോ ഗൈസ്. ഇതിൽ നമ്മുടെ മെജോറിറ്റി ഒരു 100 കിലോമീറ്ററോളം നമ്മൾ ഇതുപോലെ കാട്ടിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കേണ്ടത് കേട്ടോ ഗൈസ്. അപ്പോൾ ആദ്യം നമ്മൾ വയനാട് നിന്ന് തോൽപ്പെട്ടിയിലോട്ട് പോകണം. തോൽപ്പെട്ടിയിൽ നിന്ന് പിന്നെ നമ്മൾ കർണാടക ബോർഡർ കയറണം കേട്ടോ ഗൈസ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് തോൽപ്പെട്ടി നാഷണൽ പാർക്കിന്റെ അകത്തൂടെയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഇത് കുറച്ച് ഡിസ്റ്റൻസ് കഴിയുമ്പോൾ പിന്നെ കർണാടക ബോർഡർ ആവും. പിന്നെ നമ്മൾ യാത്ര ചെയ്യുന്നത് നാഗർഹോളി നാഷണൽ പാർക്കിന്റെ അകത്തൂടെയാണ്. കർണാടകയിലെ വൺ ഓഫ് ദ ഫേമസ് ടൈഗർ സൈറ്റിങ്സ് ഒക്കെ കിട്ടുന്ന നാഗർഹോളി നാഷണൽ പാർക്കിന്റെ അകത്തൂടെയാണ് ഈ റോഡ് കണക്ട് ചെയ്യുന്നത് കേട്ടോ ഗൈസ്. അപ്പോൾ ഇതൊരു ഭയങ്കര ഒരു വ്യത്യസ്തമായിട്ടുള്ള യാത്രയാണ്. ഒരുപാട് ഡിസ്റ്റൻസ് അറ്റ് സ്ട്രെച്ച് നമുക്ക് ഫോറസ്റ്റിന്റെ അകത്തൂടെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു റൂട്ടാണ് ഈ റൂട്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഈ ഫോറസ്റ്റിന്റെ അകത്തൂടെ ഉള്ള യാത്രയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പ്രിഫർ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി റൂട്ടാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഇത് പിന്നെ വയനാട് നിന്ന് നമുക്ക് വേറൊരു ഓൾട്ടർനേറ്റ് റൂട്ടും കൂടെ ഉണ്ട്. നമുക്ക് മാനന്തവാടി ഇരിട്ടി വഴിയും നമുക്ക് കർണാടക കയറാൻ പറ്റും കേട്ടോ ഗൈസ്, മദിക്കേരിയിലോട്ട്. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ഈ ഒരു ഫോറസ്റ്റ് റൂട്ടും ഇവിടുത്തെ ഈ ഒരു വൈബും ഒക്കെ എൻജോയ് ചെയ്ത് ഇങ്ങനെ യാത്ര ചെയ്യാണ് കേട്ടോ. ഗൈസ്, ലെഫ്റ്റ് സൈഡ് നോക്കിയ ഇതും 2 മാനുകൾ നിൽപ്പുണ്ട്. ഇപ്പോൾ ഒന്ന് അകത്തോട്ട് കയറിപ്പോയി, ഇതാ ഇപ്പം അടുത്തത് അത് അകത്തോട്ട് കയറി പോയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ അതല്ല, വേറൊരു മാൻ കൂട്ടം തന്നെ അകത്തുണ്ട്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ വലുതായിട്ട് കാണാൻ പറ്റാത്ത ഒരു മാൻ കൂട്ടം തന്നെ അകത്ത് നിൽപ്പുണ്ട്. അപ്പോൾ ഒരുപാട് അനിമൽ സൈറ്റിങ്സ് കിട്ടുന്ന ഒരു അടിപൊളി റൂട്ടാണ് കേട്ടോ ഗൈസ് ഇത്. അപ്പം മാൻ കൂട്ടങ്ങളെ കാണാൻ പറ്റും, മ്ലാവ്, പിന്നെ അതുപോലെ തന്നെ ആനയൊക്കെ ഉള്ള ഒരു റൂട്ടാണ് കേട്ടോ ഗൈസ്. ആനയൊക്കെ സ്ഥിരം ഇറങ്ങുന്ന റൂട്ടാണിത്. അപ്പോൾ എന്തായാലും ഭയങ്കര ഒരു ഡിഫറെൻറ്റ് ഫീൽ തന്നെയാണ് കേട്ടോ ഗൈസ്. ഈ വൈൽഡ് അനിമൽസിനെയൊക്കെ നേരിട്ട് കണ്ട് ഈ ഒരു ഫോറസ്റ്റിൻ്റെ അകത്തൂടെ ഇങ്ങനെ പയ്യെ യാത്ര ചെയ്യുക എന്ന് പറയുമ്പോൾ അതൊരു ഫീൽ തന്നെയാണ്. പിന്നെ ഇവിടെ കൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു ആവറേജ് സ്പീഡ് തന്നെ കീപ്പ് ചെയ്ത് പോവുക, നല്ല ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കുക. കാര്യം ഈ അനിമൽസിൻ്റെയൊക്കെ ക്രോസിങ് നമുക്ക് ഏത് സമയത്തും ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. Woke up this morning with the sun on my face, packing my bags, it's time to leave this place. A world full of wonder just waiting for me. I'm chasing the horizon, wild and free. On the road again, where the journey begins. With the I'm chasing the horizon, wild and free. On the road again, where the journey begins. With the wind in my hair and the sky so big, I'm searching for stories, I'm chasing the view. Every mile a memory, every dream coming true. Ooh. Every mile a memory, every dream coming true. Ooh. Every mile a memory, every dream coming true. Ooh. Every mile a memory, every dream coming true. Ooh. Ooh.
I've got my map, but I don't need the lines. Every detour's a treasure, every turn's a sign. From the mountain peaks to the ocean breeze, I'll find my way through the land of dreams. From the mountain peaks to the ocean breeze, I'll find my way through the land of dreams. അങ്ങനെ കഴിച്ച് നമ്മളിതിപ്പം ഫോറസ്റ്റ് റൂട്ടൊക്കെ കഴിഞ്ഞത് ഇപ്പം നമ്മൾ കൂർഗ് ഡിസ്ട്രിക്റ്റിലോട്ട് നമ്മളിതിപ്പോൾ എൻ്റർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് പറയാൻ കൂർഗിൽ നമ്മൾ മദിക്കേരിയിലോട്ട് പോകുന്ന റൂട്ടാണിത്. അപ്പോൾ രണ്ട് സൈഡും വലിയ എസ്റ്റേറ്റുകളാണ്. അപ്പോൾ എസ്റ്റേറ്റ് റോഡാണിത്. പിന്നെ രണ്ട് സൈഡും നോക്കുമ്പോൾ അറിയാം നല്ല രീതിയിൽ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ മതിലിന് പകരമായിട്ട് അവരിങ്ങനെ ഒരു ചെടി നട്ട് പിടിപ്പിച്ചിട്ട് അത് നല്ല രീതിയിൽ ട്രിം ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് ഒരു 4 അടി പൊക്കത്തിൽ അവർ രണ്ട് സൈഡും നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആണ് ഈ റോഡ് റൈഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് നേരെ മദിക്കേരിയിൽ ചെന്നെത്തും. ഇതാണ് കേട്ടോ ഗൈസ് നമ്മൾ ഇന്നലെ താമസിച്ച ഹോം സ്റ്റേ. അപ്പോൾ ഇത് പിന്നെ മദിക്കേരിയിൽ ഏറ്റവും ഒരു ഹയ്യസ്റ്റ് ആയിട്ടുള്ള ഒരു പോയിന്റിലാണ് ഈ ഹോം സ്റ്റേ ഇരിക്കുന്നത്. നിങ്ങൾക്ക് കാണുമ്പം തന്നെ അറിയാം ഒരു കുന്നിൻ്റെ മേളിലോട്ടാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ ഇപ്പം നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും മുകളിലത്തെ പോർഷൻ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ടെറസാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മുടെ ടെറസിലാണ് നമ്മൾ ഇത് ഗേറ്റിൽ കൂടെ നമ്മൾ ഈ ടെറസിലാണ് നമ്മളിപ്പം ബൈക്കൊക്കെ വച്ചിരിക്കുന്നത്. പക്ഷേ അതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാനിതുവരെ ബൈക്ക് കൊണ്ട് ഒരു വീട്ടിൻ്റെയും ടെറസിൽ വെച്ചിട്ടില്ല. എന്തായാലും അതിനുള്ള ഭാഗ്യം കിട്ടി. നമ്മുടെ ബൈക്സൊക്കെ ഇന്നത്തെ റൈഡിന് പോകാൻ വേണ്ടി റെഡിയായി ഇരിക്കുകയാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് നമ്മുടെ ഹോം സ്റ്റേയുടെ അകമൊന്ന് കാണിച്ചു തരാം. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇതിപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ കാണുന്നത് ഇത് ടെറസാണ് കേട്ടോ ഗൈസ്. ഇനി ടെറസിൽ നിന്ന് നമ്മൾ താഴോട്ട് ഇറങ്ങി ചെല്ലണം. ഇത് 2 നിലയാണ്. ഇത് ടോപ്പിലാണ് ഈ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന ഒരു മലയുടെ ടോപ്പിലായിട്ട്. ഭയങ്കര നീറ്റൊന്നുമല്ല ഗൈസ്. ഇത് നോർമൽ ഒരു ഹോം സ്റ്റേ ആണ്. വലിയ ലക്ഷറി ഒന്നും പ്രതീക്ഷിക്കരുത്. ഒരു ചെറിയൊരു കിച്ചൺ പോലത്തെ ഒരു സെറ്റപ്പാണ്. പിന്നെ ഇൻവേർട്ടറൊക്കെ ഉണ്ട്. അങ്ങനെ കറണ്ടിന് ഇഷ്യൂസ് ഒന്നുമില്ല. പിന്നെ നമുക്ക് ഹീറ്ററുണ്ട്. ഇതാണ് റൂം അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ റൂമായിരുന്നു. സഞ്ജിത്ത് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡ്രസ്സുകളൊക്കെ. ഇതൊരു കോമൺ ഏരിയ പോലെയാണ് കേട്ടോ ഗൈസ്. ഇവിടെ നമുക്ക് 4 ചെയർസൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്നലെ ഇവിടെ കിടന്നു. ഇവിടെ കിടന്നിട്ട് ലാസ്റ്റ് കൊതുക് കാരണം പിന്നെ അകത്ത് ചെന്ന് കിടക്കേണ്ടി വന്നു എനിക്ക്. കാര്യം നമ്മൾ ഈ വിൻഡോ ഒക്കെ തുറന്നിടും പകലെ വന്നിട്ട് രാത്രി അങ്ങനെ കുറേ കൊതുകൊക്കെ കയറി. അതുകൊണ്ട് ഇത് നമ്മുടെ ഈ ഒരു ഏരിയയിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ ഗൈസ്. ഈ ഗ്ലാസ്സിൽ കൂടെ നമുക്ക് ഫുൾ കൂർഗ് ടൗൺ കാണാൻ പറ്റും. ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ആ ഒരു റേറ്റിന് നമുക്ക് രണ്ടും കൂടെ ഒരു 1500-നാണ് നമുക്ക് ഈ ഒരു ഹോം സ്റ്റേ കിട്ടിയത്. അപ്പോൾ ആ ഒരു റേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു അത്യാവശ്യം നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി സ്റ്റേ ആയിരുന്നു ഇത് കേട്ടോ. നമ്മുടെ ഹോം സ്റ്റേയുടെ ഈ മേളിലത്തെ പോർഷനിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ ഗൈസ്. അടിപൊളിയല്ലേ. ഇന്നലെ രാത്രിയൊക്കെ ആയിരുന്നപ്പോൾ ഇവിടെ ഫുൾ ലൈറ്റ് ഒക്കെ ഇട്ട് ഇത് മൊത്തം കൂർഗാണ് കേട്ടോ. നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് മൊത്തം കൂർഗ് ഡിസ്ട്രിക്റ്റ് ആണ് നിങ്ങൾ കാണുന്നത്. ഇന്നലെ ഫുൾ ഇവിടെ ലൈറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ വ്യൂ ആയിരുന്നു രാത്രി. ഇപ്പോഴും നല്ല അടിപൊളി ക്ലൈമറ്റാണ് കേട്ടോ ഗൈസ്. ഒരു രക്ഷയില്ലാത്ത ക്ലൈമറ്റാണ്. നല്ല കാറ്റ് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം. ആ കാറ്റും
നല്ല തണുപ്പുണ്ട്, അത്യാവശ്യം ഒരു 18 ഡിഗ്രി ആ റേഞ്ച് ഒക്കെ തണുപ്പ് ഇവിടെ ഉണ്ട്. അപ്പോൾ നല്ലൊരു അടിപൊളി ക്ലൈമറ്റാണ്, റൈഡ് ചെയ്യാനും പറ്റിയ ഒരു ക്ലൈമറ്റാണ്. പിന്നെ നല്ലവണ്ണം ഇവിടുത്തെ ക്ലൈമറ്റൊക്കെ എൻജോയ് ചെയ്ത് സ്റ്റേ ചെയ്യാനൊക്കെ പറ്റിയ ഒരു അടിപൊളി ക്ലൈമറ്റും പിന്നെ അങ്ങനത്തെ ഒരു പ്ലേസാണ് കേട്ടോ ഗൈസ് മദിക്കേരി. അപ്പോൾ ഗൈസ് നമ്മളിതിപ്പോൾ മദിക്കേരിയിൽ നിന്ന് റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മദിക്കേരിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തെങ്കിൽ നമ്മൾ നേരെ കൊടജാദ്രിയിലോട്ടാണ് കേട്ടോ ഗൈസ് പോകുന്നത്. അപ്പോൾ അതിങ്ങി ഇവിടെ നിന്ന് ഏകദേശം ഒരു 280 കിലോമീറ്റർ അടുപ്പിച്ചുണ്ട് ഡിസ്റ്റൻസ്. അപ്പോൾ ഇനി നമ്മുടെ യാത്ര കംപ്ലീറ്റ് കർണാടകയുടെ ഇൻസൈഡ് റൂട്ട്സിൽ കൂടെയാണ് കേട്ടോ ഗൈസ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഷോർട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനലൊന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.